തമിഴ്നാട്ടിൽ കെ സ്റ്റാലിനും ഒരുങ്ങിക്കഴിഞ്ഞു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ് കെ. പുതുച്ചേരിക്ക് സംസ്ഥാന പദവി ഉറപ്പാക്കും, നീറ്റ് പരീക്ഷ നിരോധിക്കും എന്നിവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. സംസ്ഥാനങ്ങൾക്ക് ഫെഡറൽ അവകാശങ്ങൾ നൽകുന്നതിനായി ഭരണഘടനയിൽ മാറ്റം വരുത്തും. ചെന്നൈയിൽ ഒരു സുപ്രീം കോടതി ബെഞ്ച് സ്ഥാപിക്കും. ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കും. സ്ത്രീകൾക്ക് 33% സംവരണം നടപ്പാക്കും. സർക്കാർ സ്കൂളുകൾക്ക് പ്രഭാത ഭക്ഷണ പദ്ധതി. ഇന്ത്യയിലുടനീളം സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ. ടോൾ ഗേറ്റുകൾ നീക്കം ചെയ്യും. പൗരത്വ നിയമം നീക്കം ചെയ്യും എന്നിവയാണ് പ്രകടന പത്രികയിലെ മറ്റു വാഗ്ദാനങ്ങൾ. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വായ്പ നിർത്തലാക്കാൻ നടപടി സ്വീകരിക്കും. ഗവർണർക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 361 റദ്ദാക്കും. പുതിയ IIT, IIM, IIAC, IIARI എന്നിവ സൃഷ്ടിക്കും എന്നിവയും വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് കനിമൊഴിയാണ് എന്നും ഓരോ ജില്ലയ്ക്കും വേണ്ടിയുള്ള പദ്ധതികൾ കേന്ദ്രീകരിച്ച് കനിമൊഴി മികച്ച പ്രകടന പത്രികയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും സ്റ്റാലിൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രകടന പത്രിക തയ്യാറാക്കി അത് പാലിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നവരാണ് തങ്ങൾ. ഇതാണ് ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളെ പഠിപ്പിച്ചത്. ദ്രാവിഡ മാതൃകയിൽ നടപ്പിലാക്കിയ പദ്ധതികൾ തമിഴ്നാടിന്റെ പുരോഗതി ഇന്ത്യയിലുടനീളം കൊണ്ടെത്തിക്കാൻ സഹായിക്കും. ഇത് ജനങ്ങളുടെ പ്രകടന പത്രികയാണ്. 2014 BJP അധികാരത്തിൽ വന്നപ്പോൾ അവർ ഇന്ത്യയെ നശിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല. ഞങ്ങൾ ഇന്ത്യ സഖ്യം രൂപീകരിച്ചു. 2024 ഞങ്ങളുടെ സർക്കാർ രൂപീകരിക്കുമെന്നും സ്റ്റാലിൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് സന്ദർശനത്തെയും അദ്ദേഹം കാര്യമായി തന്നെ പരിഹസിച്ചു. തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്ക സമയത്ത് പ്രധാനമന്ത്രി വന്നിരുന്നുവെങ്കിൽ താൻ സന്തോഷിച്ചേനെ എന്നായിരുന്നു സ്റ്റാലിന്റെ പരിഹാസം. അതേസമയം പരിപാടിയിൽ MP-യും സ്റ്റാലിന്റെ സഹോദരിയുമായ കനിമൊഴിയും മറ്റു പാർട്ടി നേതാക്കളും പങ്കെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ 39 സീറ്റുകൾ മാത്രമല്ല, രാജ്യത്തുടനീളം നല്ലൊരു ശതമാനം സീറ്റും ഇന്ത്യ മുന്നണി നേടുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നാണ് കനിമൊഴി പറഞ്ഞത്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയും എന്നതിലാണ് പ്രധാന ശ്രദ്ധ. ഞങ്ങൾ എല്ലാ മേഖലകളിലേക്കും എത്താൻ ശ്രമിച്ചു. നല്ലതും സുസ്ഥിരവുമായ ഒരു സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നും കനിമൊഴി കൂട്ടിച്ചേർത്തു. അതേസമയം കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ DMK കോൺഗ്രസ് ഇടത് സഖ്യത്തിൽ സീറ്റ് വീതം വെപ്പ് പൂർത്തിയായിരുന്നു. ധാരണ പ്രകാരം ഭരണകക്ഷിയായ DMK 22 സീറ്റുകളിലും കോൺഗ്രസ് 9 സീറ്റുകളിലും മത്സരിക്കും. പുതുച്ചേരിയിലെ ഏക സീറ്റും കോൺഗ്രസിന് വിട്ടു നൽകിയിട്ടുണ്ട്. KDMKക്ക് സീറ്റ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥി DMKയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഉദയസൂര്യൻ ചിഹ്നത്തിലാണ് മത്സരിക്കുക. ഇതുൾപ്പെടെയാണ് DMKയുടെ 22 സീറ്റ്. 2019 തെരഞ്ഞെടുപ്പിൽ 39-ൽ 38 സീറ്റുകൾ നേടിയാണ് DMK നേതൃത്വത്തിലുള്ള സഖ്യം തമിഴ്നാട്ടിൽ വൻ വിജയം നേടിയത്. മത്സരിച്ച 9 സീറ്റിൽ 8 സീറ്റും കോൺഗ്രസിന് നേടാനായപ്പോൾ തേനിയിൽ മാത്രം പരാജയപ്പെട്ടു. DMKയുടേത് 33.2%, കോൺഗ്രസിന്റെ വോട്ട് വിഹിതം 12.9%. ഇതിനിടയിൽ നടന്ന സർവേയിൽ തമിഴ്നാട്ടിൽ ആകെയുള്ള 39 സീറ്റുകളിൽ 39 സീറ്റും ഇന്ത്യ സഖ്യം തൂത്തുവാരുമെന്ന് ABPC വോട്ടർ ഒപ്പീനിയൻ പോൾ പ്രവചിക്കുന്നുണ്ട്. കോൺഗ്രസ്, CPI, CPIM, VCK, MDMK, മക്കൾ നീതി മയ്യം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, കൊങ്കുദേശ മക്കൾ പാർട്ടി എന്നിവരാണ് DMK സഖ്യത്തിലുള്ളത്.